സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഉദ്യോഗസ്ഥ വീഴ്ചയാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ബോർഡ് ഉടൻ കോടതിയെ സമീപിക്കും. സ്വർണ്ണപ്പാളി വിവാദത്തിൽ CBI അന്വേഷണം വേണമെന്ന് UDF ആവശ്യപ്പെട്ടു. തെറ്റ് ചെയ്തവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നാണ് LDFന്റെ പ്രതികരണം. പഴയ ഉദ്യോഗസ്ഥരുടെ തലയിൽ വെക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. 2019 പാളികൾ സ്പോൺസർക്ക് കൈമാറിയതിൽ വീഴ്ചയുണ്ടായി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടത് ഉദ്യോഗസ്ഥല വീഴ്ചയാണെന്ന് കുറ്റപ്പെടുത്തുന്ന ബോർഡ് രജിസ്റ്ററുകളെല്ലാം കൃത്യമാണെന്നും അവകാശപ്പെടുന്നു. ഞാൻ ഒരു കാര്യം പറയാം, ഇപ്പോൾ കണക്കിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അവിടെയാണ് ഞാൻ പറയുന്നത്. ഈ ഇപ്പോഴത്തെ കണക്കിൻ്റെ കാര്യത്തിലായാലും അന്ന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയ സാഹിത്യത്തിൻ്റെ കാര്യത്തിലും ഉദ്യോഗസ്ഥർക്ക് വീഴ്ച വന്നിട്ടുണ്ട്. വിവാദത്തിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണമാണ് UDF ആവശ്യപ്പെടുന്നത്. ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും അറിവോടുകൂടി പരസ്യമായി കട്ടെടുത്തിരിക്കുകയാണ്. ഈ സ്വർണം കട്ടെടുത്തവരെ സഹായിക്കുകയായിരുന്നു ഇത്ര നാൾ. ഉണ്ണികൃഷ്ണൻ പോറ്റിയത് ഏൽപ്പിച്ചത് ആരാണ്? ഈ കൊണ്ടുപോയ സ്വർണം എങ്ങനെയാണ് ഇയാളുടെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയത്? എന്നിട്ട് ആർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്? ഇവരെല്ലാം ഇടനിലക്കാരാണ്. തെറ്റിനോട് വിട്ടുവീഴ്ചയുള്ള നിലപാട് സർക്കാർ സ്വീകരിക്കില്ലെന്നാണ് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞത്. തെറ്റിനോട് ഒരു വിട്ടുവീഴ്ചയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാടില്ല. തെറ്റിനെതിരെ കർശനമായ നിലപാടാണ് LDF ഗവൺമെന്റ് സ്വീകരിച്ചത്. സ്വർണ്ണപ്പാളി വിവാദത്തിൽ നാളെ അടിയന്തര യോഗം ചേരാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. കോടതിയിൽ സമഗ്രം അന്വേഷണം ആവശ്യപ്പെടുന്നതിനുള്ള കാര്യങ്ങൾ നാളത്തെ യോഗത്തിൽ ചർച്ച ചെയ്യും. തിരുവനന്തപുരത്ത് നിന്ന് RB സനു, മീഡിയ 1.